എല്ലാ വിദ്യാർത്ഥികൾക്കും MA മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ MA മലയാളം പേപ്പറിൽ, തേർഡ് സെം MA മലയാളം പേപ്പറിൽ പ്രധാനപ്പെട്ട 2 പേപ്പറുകൾ വരുന്നത് സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സാഹിത്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഏതെല്ലാം തരത്തിലാണ് സാഹിത്യ രചനകൾ ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നാം പിന്തുടർന്നു വന്നിട്ടുള്ള സാഹിത്യ രചനാ ശൈലികൾ ഏതൊക്കെയാണ്, ഒരു സാഹിത്യകാരൻ സൃഷ്ടി നടത്തുന്ന സമയത്ത് ഏതെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൂടുതലായിട്ട് പതിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രാചീന കാലം മുതലുള്ള ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തെയാണ് നമ്മൾ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറയാറുള്ളത്. നമ്മൾ പൊതുവെ സാഹിത്യ സിദ്ധാന്തങ്ങളെ 2 ആയിട്ട് തിരിക്കാറുണ്ട്. അതിലൊന്ന് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തമാണ്, രണ്ടാമത്തേത് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ പേര് പൗരസ്ത്യം എന്നാണെങ്കിലും പൊതുവെ നമ്മൾ വിവക്ഷിക്കാറുള്ളത് ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് മാത്രമാണ്. നമ്മുടെ ഈ സെമസ്റ്ററിലെ ഒരു പേപ്പറിന്റെ പേരും അത് തന്നെയാണ്, ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ. മറുവശത്ത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ നമുക്ക് ഭാരതം ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചുള്ള പഠനം എന്ന് നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന പേപ്പറിന്റെ പേര് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പേപ്പറിൽ ആദ്യത്തെ ബ്ലോക്കിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂടുതൽ മുഖവുരയൊന്നും അവിടെ നമ്മൾ നൽകുന്നില്ല, നേരെ നമ്മൾ ബ്ലോക്കിനകത്തേക്ക് പ്രവേശിക്കുകയാണെന്നും ആദ്യത്തെ ബ്ലോക്കിനകത്ത് വരുമ്പോൾ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റ് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്തത് പൗരസ്ത്യ ആലങ്കാരികന്മാർ. മൂന്നാമത്തത് പൗരസ്ത്യ സാഹിത്യ ദർശനങ്ങൾ. 4 സാഹിത്യ ചിന്തയിലെ ദ്രാവിഡധാര അല്ലെങ്കിൽ തിണ സങ്കല്പം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പൗരസ്ത്യം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഭാരതത്തിൻ്റെത് മാത്രമായിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ പേപ്പറിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, പൗരസ്ത്യം എന്നാണ് പറയുമെങ്കിൽ പോലും അതെന്താണ്, നമ്മുടെ ഭാരതത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെത് മാത്രമാണ്. മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുന്നത് നമ്മുടെ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിനകത്താണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ബ്ലോക്കിനകത്തേക്ക്, അതായത് സാഹിത്യ ദർശനത്തിന് ഒരു ആമുഖം അല്ലെ, അതിലെ ആദ്യത്തെ യൂണിറ്റിനകത്തേക്ക് പ്രവേശിക്കാം. എന്താണ് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ? ആദ്യത്തെ യൂണിറ്റ് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിനകത്തേക്ക് കയറാം. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പേര് പൗരസ്ത്യം എന്നാണെങ്കിലും ഇവിടെ നമ്മൾ പറയുന്നത് അത്രയും ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ സാഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഒത്തിരി പഴക്കമുണ്ട്. ഏകദേശം 3000 വർഷത്തെ പഴക്കം അവകാശപ്പെടാനാകും എന്നാണ് കരുതപ്പെടുന്നത്. സാഹിത്യത്തിന്റെ രൂപഭാവങ്ങളെ കുറിച്ചുള്ള ഭാരതീയരുടെ ചിന്തകൾക്ക് ഏകദേശം 3000 വർഷക്കാലത്തെ പഴക്കം അവകാശപ്പെടാൻ വേണ്ടി സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാരതീയരുടെ സാഹിത്യ ചിന്തകളെ നമുക്ക് 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. 2 തരത്തിലുള്ള ചിന്തകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് സംസ്കൃത കാവ്യ സിദ്ധാന്തങ്ങളും, മറ്റൊന്ന് സംഘകാല തമിഴ് കൃതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ദ്രാവിഡരുടെ, അല്ലെങ്കിൽ എന്താ പറയുക, സംഘകാല തമിഴ് ദ്രാവിഡ സാഹിത്യ സിദ്ധാന്തങ്ങളും. അപ്പൊ ഒന്നെന്താണ് സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളും, മറ്റൊന്ന് ദ്രാവിഡ സാഹിത്യ സിദ്ധാന്തങ്ങളും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും, അതായത് ഈ പറയുന്ന ദ്രാവിഡ സാഹിത്യ സിദ്ധാന്തങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ, നമ്മുടെ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അവയ്ക്ക് ഉള്ള പ്രസക്തി നഷ്ടപ്പെടുകയും, പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, പ്രസക്തി ഒരു പരിധി വരെ നഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ട്
നമ്മൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ദ്രാവിഡ തിണ സങ്കല്പങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ഈ ബ്ലോക്കിന്റെ ഏറ്റവും അവസാനം. ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഈ തമിഴ് സാഹിത്യകൃതികളെ കുറിച്ചും അല്ലെങ്കിൽ സംഘകാല സാഹിത്യകൃതികളെ കുറിച്ചും തിണകളെ കുറിച്ചൊക്കെ നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ദേവഭാഷ എന്നാണല്ലേ സംസ്കൃതം അറിയപ്പെടുന്നത്. സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ഭാരതത്തിലെ ഒരുവിധ ഭാഷകളെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന് സംസ്കൃതത്തിൽ നിന്നാണ് ഒരു വിശ്വാസം തന്നെയുണ്ട്. ഇവൻ മലയാളം പോലും ആദ്യകാലത്ത് സംസ്കൃതം കലർന്ന രൂപത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. സംസ്കൃതത്തിൽ നിന്ന് പിന്നെ തമിഴിൽ നിന്നൊക്കെ ആയിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണെന്ത് മലയാളം എന്ന് പറയുന്ന ഭാഷ. അപ്പം ആദ്യകാലത്ത് സംസ്കൃതം കലർന്ന ഒരു രൂപത്തിലായിരുന്നു മലയാളം പോലും പറഞ്ഞുകൊണ്ടിരുന്നത്. പിൻകാലത്ത് സംസ്കൃതത്തിന്റെ പിടിയിൽ നിന്ന് മലയാളത്തെ മോചിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, തുഞ്ചത്ത് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിളിക്കാനുള്ള കാരണം തന്നെ അതാണ്. എന്താണ്, സംസ്കൃത അതുവരെയുള്ള കവികളെല്ലാവരും സംസ്കൃത പദങ്ങളുടെ അല്ലെ അമിതമായിട്ട് സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രചനകൾ നടത്തിയിരുന്നെങ്കിൽ എഴുത്തച്ഛനാണ് എന്ത് ചെയ്യുന്നത്, ഒരു പരിധി വരെയെങ്കിലും സംസ്കൃത പദങ്ങളുടെ ആ ഒരു അല്ലെ സംസ്കൃത പദങ്ങളിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് ഒരു മോചനം സാധ്യമാക്കി തീർത്തിട്ടുള്ളത് എന്ന് നമ്മൾ കാണാതെ പോകരുത്. അത് പറഞ്ഞു പോയി എന്ന് പറയുന്നതിനിടയ്ക്ക് ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രം, അത് നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതില്ല. ഇപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം അല്ലെ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നോക്കുക. നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് സാഹിത്യം, അതാണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. എന്താണ് സാഹിത്യം? ഇവിടെ പറയുന്നു ഭാഷയിലൂടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കലയാണ് സാഹിത്യം. എന്താണ്? ഭാഷയിലൂടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കലയാണ് സാഹിത്യം എന്നാണ് പറയുന്നത്. ശരിയാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പരിധി വരെ എന്താണ് നമുക്കതിനെ ശരിയാണ് എന്ന് പറയാൻ സാധിക്കും അല്ലെ. കവിതയാവട്ടെ, കഥയാവട്ടെ, നോവലാവട്ടെ, മറ്റേത് തരത്തിലുള്ള സാഹിത്യ രചനകളും ആവട്ടെ, അവ എന്താണ് ചെയ്യുന്നത്, സൗന്ദര്യത്തെ ഭാഷയിലൂടെ അനുവാചകന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് ഒരു മനോഹരമായ നോവൽ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനോഹരമായ ഒരു കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ കണ്ണൊക്കെ നിറയുന്നത് അല്ലെ. കഥ പറയുമ്പോൾ സിനിമയില് മമ്മൂട്ടി പറഞ്ഞ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന് പറയുന്ന കവിത എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളെയും കരയിച്ചത്, മലയാളികളെയും കരയിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കവിതയുടെ സൗന്ദര്യമാണ് അല്ലെ. ആ കവിത എന്ത് ചെയ്തു, ഭാഷയിലൂടെ അല്ലെങ്കിൽ വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവി എന്ത് ചെയ്തു, ഭാഷയിലൂടെ താൻ ആവിഷ്കരിക്കുന്ന വിഷയത്തിന്റെ അല്ലെങ്കിൽ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ സൗന്ദര്യം അല്ലെ അതെന്ത് ചെയ്തു, വായനക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അത് അവരിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ പലതായിരിക്കാം അല്ലെ. പല കവിതകളും അല്ലെങ്കിൽ കവി എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ വിഷയമായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അത്തരത്തിലുള്ള വികാരമായിരിക്കും അനുവാചകരിൽ ഉണ്ടാവുക. ചില സമയത്ത് പ്രണയമായിരിക്കാം, ചില സമയത്ത് ദേഷ്യമായിരിക്കാം, ക്രോധമായിരിക്കാം അല്ലെ. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിത എന്താണ്, കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരേ നിങ്ങൾ തൻ പിന്മുറക്കാർ അല്ലെ. അപ്പൊ അതെന്താണ്, അത് ഒരു കാലഘട്ടത്തിലെ ജനതയെ ഒന്നാകെ നമ്മുടെ നാട്ടിലെ കുടിയായ്മയ്ക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജന്മിമാരുടെ വ്യവസ്ഥക്കെതിരായിട്ട് പോരടിക്കാനായിട്ട് പ്രേരിപ്പിച്ചൊരു കവിതയായിരുന്നു അല്ലെ. സോ അപ്പൊ അത്തരത്തില് ഭാഷയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, സൗന്ദര്യം ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. അപ്പൊ അത് എന്തല്ല ചിത്രകാരന്മാരുടെയോ ശില്പികളുടെയോ മാത്രം കുത്തകയല്ല, മറിച്ച് എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കണം, ഭാഷയിലൂടെ സൗന്ദര്യം ആവിഷ്കരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഭാഷയിലൂടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്ന കലയാണെന്ത്, സാഹിത്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കണം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നു പിന്നെ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് സാഹിത്യം എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. എങ്ങനെയാണ് സാഹിത്യം എന്ന് പറയുന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്? അപ്പൊ നമ്മൾ കാണേണ്ടത് 10-ാം നൂറ്റാണ്ടിൽ രാജശേഖരൻ എന്ന് പറയുന്ന കവി, രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന പുസ്തകത്തിലാണ് സാഹിത്യം എന്ന വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. 10-ാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത്. 10-ാം നൂറ്റാണ്ട് വരെ അപ്പൊ സാഹിത്യം എന്ന് പറയുന്ന വാക്ക് നാം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് നമ്മൾ എന്ത് കാണുന്നത്, നമ്മള് സാഹിത്യം എന്ന് പറയുന്ന വാക്ക് നമ്മൾ കാണുന്നത്. ഇതാ രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അപ്പം രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മള്
ആദ്യമായിട്ട് സാഹിത്യം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നു ഏറ്റവും പഴക്കം ചെന്ന കാവ്യശാസ്ത്രം നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ നമുക്ക് ഇതുവരെ കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന കാവ്യശാസ്ത്രം എന്ന് പറയുന്നത് ഭാമഹന്റെ കാവ്യാലങ്കാരം എന്ന പുസ്തകമാണ്. അപ്പൊ നമ്മൾ ആ പേര് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ 2 പേരുകൾ പറഞ്ഞു. ഒന്നെന്താണ്? രാജശേഖര കവി അദ്ദേഹത്തിന്റെ കാവ്യമീമാംസ എന്ന പുസ്തകം. എന്താണ് ആ പുസ്തകത്തിന്റെ പ്രത്യേകത? അതിലാണ് ആദ്യമായിട്ട് സാഹിത്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് നൂറ്റാണ്ടിൽ? 10-ാം നൂറ്റാണ്ടിൽ. 10-ാം നൂറ്റാണ്ടിൽ രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സാഹിത്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഭാമഹൻ എന്ന് പറയുന്ന കവിയുടെ കാവ്യാലങ്കാരം എന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്? അല്ലെ, കാവ്യാലങ്കാരം എന്ന പുസ്തകമാണ് ഇതുവരെ കണ്ടുകിട്ടിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന കാവ്യശാസ്ത്രം. ഭാമഹൻ എന്ന് പറയുന്ന കവിയുടെ കാവ്യാലങ്കാരം എന്ന് പറയുന്ന പുസ്തകമാണ് നമുക്ക് ഇതുവരെ ഭാരതത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന കാവ്യശാസ്ത്രം. നോക്കുക, പിന്നെ എന്താ പറയുന്നത് നോക്കുക. എവിടെ നിന്നാണ് സാഹിത്യം എന്ന വാക്കുണ്ടായത്? സഹിതം എന്ന നാമത്തിൽ നിന്നുമാണ് സാഹിത്യം എന്ന നാമം ഉണ്ടായത്. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് തദ്ധിതം. എന്താ തദ്ധിതം എന്ന് പറഞ്ഞാല്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ തദ്ധിതം? എന്താണ്? ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ മറ്റൊരു നാമം ഉണ്ടായി വരുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? തദ്ധിതം എന്ന് വിളിക്കും. ഒരു നാമത്തിൽ നിന്നോ ഒരു വിശേഷണത്തിൽ നിന്നോ മറ്റൊരു നാമം ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? തദ്ധിതം. അപ്പൊ ഇവിടെ എന്താണ്? സഹിതം എന്ന നാമത്തിൽ നിന്നാണ് സാഹിത്യം എന്ന നാമം ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണം വേണോ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. തദ്ധിതം എന്താണ്? സുമിത്ര എന്ന വാക്കിൽ നിന്ന് സൗമിത്രി എന്ന വാക്കുണ്ടാവുന്നു. അല്ലെ, സാര സൗമിത്രി ലക്ഷ്മണനെ വിളിക്കുന്ന പേരാണ്. ഭീമൻ എന്ന വാക്കിൽ നിന്ന് ഭൈമി എന്ന വാക്കുണ്ടാവുന്നു. കണ്ടാ? ദശരഥൻ എന്ന വാക്കിൽ നിന്ന് ദാശരഥി എന്ന വാക്കുണ്ടാവുന്നു. ദ്രോണർ എന്ന വാക്കിൽ നിന്ന് ദ്രൗണി എന്ന വാക്കുണ്ടാവുന്നു. ഇങ്ങനെ ഒരു പേരിൽ നിന്നോ ഒരു നാമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വിശേഷണത്തിൽ നിന്നോ പുതിയൊരു നാമം ഉണ്ടായി വരുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? തദ്ധിതം. അറിയാത്ത കുട്ടികളുടെ നോട്ടി നോക്കുക. ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ പുതിയൊരു നാമം ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? തദ്ധിതം എന്ന് വിളിക്കുന്നു. മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പരിധി വരെ ആളുകൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൊടുക്കാം. അല്ല, എന്തൊക്കെയാണ്? സുമിത്ര എന്നതിൽ നിന്ന് എന്തുണ്ടാവുന്നു? സൗമിത്രി എന്ന വാക്കുണ്ടാവുന്നു. 2 ഭീമൻ എന്ന വാക്കിൽ നിന്നുണ്ടാവുന്നു ഭൈമി എന്ന വാക്കുണ്ടാവുന്നു. മറ്റൊന്ന് ദ്രോണർ, പിന്നെന്താണ്? ദ്രൗണി. അല്ലെ, അപ്പൊ നോക്കൂ, സുമിത്ര സൗമിത്രി എന്നുള്ള വാക്കിനകത്ത് എന്താ? സുമിത്രയുടെ മകൻ. ഭൈമി എന്നുള്ള വാക്കിനകത്ത് എന്താ? ഭീമന്റെ മകൾ. ദ്രൗണി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ദ്രോണരുടെ മകൻ. അപ്പൊ ഈ കാര്യങ്ങള് ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്? സാഹിത്യം എന്ന പേരുണ്ടായിരിക്കുന്നത് സഹിതം എന്ന നാമത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു. എന്തൊക്കെയാണത്? നമ്മൾ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് എന്ത് വന്നിട്ടുള്ളത്? സാഹിത്യം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെ, രാജശേഖര കവിയുടെ കാവ്യമീമാംസ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സാഹിത്യം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്? ഭാമഹന്റെ കാവ്യാലങ്കാരം എന്ന ഗ്രന്ഥം. അല്ലെ, ഭാമഹന്റെ കാവ്യാലങ്കാരം എന്ന ഗ്രന്ഥമാണ് നമുക്ക് ഇതുവരെ കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന കാവ്യ ശാസ്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭാമഹന്റെ എന്താണ്? കാവ്യാലങ്കാരം. അപ്പൊ എന്തായിരുന്നു? രാജശേഖരന്റെ കാവ്യ മീമാംസ എന്തായിരുന്നു? ആദ്യമായിട്ട് സാഹിത്യം എന്ന വാക്ക് ഉപയോഗിച്ച ഗ്രന്ഥമാണ്. അല്ലെ, ഏത് നൂറ്റാണ്ടിൽ? 10-ാം നൂറ്റാണ്ടിൽ. ഭാമഹന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത, കാവ്യാലങ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതുവരെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴയ കാവ്യശാസ്ത്രമാണ് ഭാമഹന്റെ കാവ്യാലങ്കാരം.
സഹിതം എന്ന വാക്കിൽ നിന്നാണ് സാഹിത്യം എന്ന നാമം ഉണ്ടായത്. അപ്പം ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ മറ്റൊരു നാമം ഉണ്ടായി വരുന്നത് നമ്മൾ എന്ത് വിളിക്കും? തദ്ധിതം. എന്താണ് വിളിക്കുക? തദ്ധിതം എന്ന് വിളിക്കും അല്ലെ. അപ്പൊ അത് തദ്ധിതത്തിന് ഒരു ഉദാഹരണമാണ് സാഹിത്യം എന്ന ഒരു നാമം. അപ്പൊ നമ്മൾ പറയുന്നത് 10-ാം നൂറ്റാണ്ടിൽ രാജശേഖരന്റെ കാവ്യാലങ്കാരം എന്ന പുസ്തകത്തിലാണ്, രാജശേഖരന്റെ കാവ്യമീമാംസ എന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് സാഹിത്യം എന്ന പദം ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സാഹിത്യം എന്ന വാക്കിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലൂടെയാണ്. 12-ാം നൂറ്റാണ്ട് വരെ ഈ വാക്കിന്, സാഹിത്യം എന്ന വാക്കിന്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രചാരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയിലെ, അല്ലെ അതിനു മുമ്പ്, അതായത് ഈ പറയുന്ന പോലെ സാഹിത്യം എന്ന പേര് ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു രചനകളെ, അല്ലെ എന്തായിരുന്നു ഇത്തരം ഗ്രന്ഥങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിനി നോക്കണം. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം, പതിയെ അതിലേക്ക് പോവാം. അപ്പൊ ഇവിടെ പറയുന്നു, വാത്മീകി രാമായണത്തോടെയാണ് ഇന്ത്യയിൽ സർഗ സാഹിത്യത്തിന്റെ പിറവി ആരംഭിക്കുന്നത്. വാത്മീകി രാമായണം അല്ലെ, വാത്മീകി രാമായണത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്താ വിളിക്കുക? വാത്മീകി രാമായണത്തെ പൊതുവെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണത്? ആദി കാവ്യം. എന്താണ്? ആദി കാവ്യം എന്ന് അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് എന്ത്? വാത്മീകി രാമായണം. എന്താ ആദികാവ്യം എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ്? ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥം എന്ന പ്രശസ്തി അതിനാണുള്ളത് അല്ലെ. അത് ലിറ്ററലി ശരിയല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് പൊതുവെ പറയാറുള്ളത്. ഏറ്റവും ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥം എന്ന വിശേഷണം നമ്മൾ കൊടുത്തിട്ടുള്ളത് വാത്മീകി രാമായണത്തെയാണ്. ആദികാവ്യം എന്ന് വാത്മീകി രാമായണത്തെ നമ്മൾ വിളിക്കാറുണ്ട്. ആദി കവി എന്ന്, അല്ലെ, വാത്മീകി രാമായണം രചിച്ചതുകൊണ്ട് തന്നെ ആദി കവി എന്ന് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വാത്മീകി മഹർഷിയെയും നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, വാത്മീകി രാമായണത്തിലൂടെയാണ് ഇന്ത്യയിൽ സർഗ സാഹിത്യത്തിന്റെ പിറവി ആരംഭിക്കുന്നത്. ഇവിടെ കാവ്യത്തെ കുറിച്ച് പറയുന്നു. എന്താ കാവ്യത്തെ കുറിച്ച് എന്താ പറയുന്നത്? തീവ്രമായ അനുഭൂതികളുടെയും സൗന്ദര്യ ദർശനങ്ങളുടെയും ആവിഷ്കരണമാണ് കാവ്യം. എന്താ പറയുന്നത്? തീവ്രമായ അനുഭൂതികളുടെയും സൗന്ദര്യ ദർശനങ്ങളുടെയും ആവിഷ്കരണമാണ് കാവ്യം. അല്ലെ, അനുഭൂതികളുടെ സൗന്ദര്യ ദർശനത്തിന്റെയൊക്കെ ആവിഷ്കരണമാണ് കാവ്യം എന്നാണ് പറയുന്നത്. ഒരു കവി എന്ത് ചെയ്യുന്നു? തന്റെ മനസ്സിലെ അനുഭൂതികളും സൗന്ദര്യ ദർശനങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്? അക്ഷരങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നത് നമുക്ക് എന്ത് വിളിക്കാം? കാവ്യം എന്ന് വിളിക്കാം എന്ന് പറയുന്നു. ഈ കാവ്യം എന്ന വാക്ക് ഓർത്തിരിക്കട്ടോ, കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാവ്യമാണോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. കാവ്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിൽ പെട്ടെന്ന് കരുതുക? കവിത എന്നല്ലേ കരുതുക? മാറ്റമുണ്ട്, ശ്രദ്ധിക്കുക. അടുവരാ. അപ്പൊ ഈ തീവ്രമായ അനുഭൂതികളുടെയും സൗന്ദര്യ ദർശനങ്ങളുടെയും ആവിഷ്കരണമാണ് കാവ്യം എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഈ ഒരു രചനാ രീതി എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഋഗ്വേദം, ആദിവേദം എന്നറിയപ്പെടുന്ന ഋഗ്വേദം അല്ലേ, ആദ്യത്തെ വേദം. എത്ര വേദങ്ങളുണ്ട്? എത്രയാണ് വേദങ്ങള്? വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങളാണുള്ളത് അല്ലെ. അതില് ഏറ്റവും ആദ്യത്തെ വേദം എന്നറിയപ്പെടുന്ന ഋഗ്വേദം. ഋഗ്വേദത്തോടുകൂടിയാണ് ഈ ഒരു രചനാശൈലി ആരംഭിക്കുന്നത്. ഏത് രചനാശൈലി? ഈ തീവ്രമായ അനുഭൂതികളും സൗന്ദര്യ ദർശനങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന ആ ഒരു രീതി ആരംഭിച്ചിരിക്കുന്നത് ഋഗ്വേദത്തോടു കൂടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 12-ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സാഹിത്യം എന്ന് പറയുന്ന വാക്കിന് പ്രചാരം ലഭിക്കുന്നതെന്ന് പറഞ്ഞു. അതിനു മുൻപ് വരെ അത്തരം രചനകളെ നമ്മൾ ഏത് പേരിലാണ് വിളിച്ചിരുന്നത് നോക്കൂ. 12-ാം നൂറ്റാണ്ട് വരെ സാഹിത്യം എന്ന പദത്തിന് പകരമായി പലയിടത്തും കവിത, കവിത്വം, കാവ്യം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കാണാം. കവിത, കവിത്വം, കാവ്യം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കാണാം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ തീവ്രമായ അനുഭൂതികളുടെയും സൗന്ദര്യ ദർശനങ്ങളുടെയും ആവിഷ്കരണമാണ് കാവ്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യം എന്ന വാക്ക് കവിതയെ പറ്റിയുള്ളതാണോ? എന്താണ് നമുക്ക് തോന്നുന്നത്? അല്ലെ, എന്താ വിദ്യാർത്ഥികൾക്ക് തോന്നുന്നത്? കവിതയെക്കുറിച്ച് മാത്രമുള്ളതായിരിക്കുമോ? അല്ല,
ഇവിടെ എന്താണ് ഈ കാവ്യം എന്ന വാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? മുഴുവൻ സാഹിത്യ രചനകളെയുമാണ്. അതാ ഞാൻ പറഞ്ഞത് 12ാം നൂറ്റാണ്ട് വരെ എന്താണ് സാഹിത്യം എന്ന വാക്കിന് പകരം നമ്മൾ ഉപയോഗിച്ചിരുന്നത് കവിത, കവിത്വം, കാവ്യം എന്നീ വാക്കുകളൊക്കെയാണ്. അപ്പൊ അതിന് നമ്മുടെ പുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും വല്ലാതെ പോകുന്നില്ല. അപ്പം അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ കാവ്യം അല്ലെങ്കിൽ കവിത എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ കവിത എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഏത് അർത്ഥത്തിലാണ്? സാഹിത്യം എന്ന അർത്ഥത്തില് പലയിടത്തും കവിത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് ഈ പറയുന്ന വാക്കുകൾ, അതായത് 12ാം നൂറ്റാണ്ടിന് ശേഷം ഇന്ന് നമ്മൾ കവിത എന്ന് ഉപയോഗിക്കുന്നത് ഏതാണ്? സാഹിത്യത്തിലെ ഒരു വിഭാഗമാണ് കവിത, അല്ലെ? എന്താണ്? സാഹിത്യത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഗദ്യം, പദ്യം. അപ്പൊ ഇതില് പദ്യ വിഭാഗത്തിൽ വരുന്ന ഒരു വിഭാഗമാണെന്ത്? ഒരു ഉപവിഭാഗമാണെന്ത്? കവിത എന്ന് പറയുന്നത്, അല്ലെ? കവിതകള്, നാടൻപാട്ടുകള്, അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ കവിത എന്ന് നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. മാറ്റമുണ്ട്, കാലം ഒരുപാട് കടന്നുപോകെ മാറിയിട്ടുണ്ട്. എന്താ കവിത്വം എന്ന് പറഞ്ഞാല്? ഒരാളുടെ കവിത എഴുതാനുള്ള കഴിവിനെയാണ് ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നത്? കവിത്വം എന്ന് വിളിക്കുന്നത്. പക്ഷെ 12ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ അങ്ങനെയായിരുന്നു? അല്ല. അതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നു? മൊത്തം സാഹിത്യ സൃഷ്ടികൾ നമ്മൾ കവിത്വം എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇന്ന് കവിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കവിത എഴുതാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് അല്ല വിളിക്കുന്നത്. കാവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാവ്യം എന്ന് വെച്ചാൽ വലിയ കവിതകളെയാണ് നമ്മൾ വിളിക്കുക. കാവ്യങ്ങൾ, മഹാകാവ്യം, ഖണ്ഡകാവ്യം എന്നൊക്കെ നമ്മൾ വിളിക്കുക. കവിതകളെ തന്നെയാണ് നമ്മൾ കാവ്യം എന്നും വിളിക്കാറുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് അതും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം? വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. പണ്ട് കാലത്ത്, അതായത് 12ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ കവിത, കാവ്യം, കവിത്വം ഈ 3 പദങ്ങളാണ് സാഹിത്യത്തിന് ബദലായിട്ട്, സാഹിത്യത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. 12ാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സാഹിത്യം എന്ന പദം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതിലെ അതിന് ആ വാക്കിന് പ്രചാരം കിട്ടുന്നത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് പോകണം. ഇനി നമുക്ക് പറയാനുള്ളത് വേദശാസ്ത്രങ്ങളെ കുറിച്ചാണ്. വേദശാസ്ത്രങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 4 വേദങ്ങളാണുള്ളത്, അല്ലെ? ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അല്ലെ? 4 വേദങ്ങളുണ്ട്, അല്ലെ? അപ്പം ഭാരതീയ സാഹിത്യ ചിന്തയുടെ വേരുകൾ ആരംഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. സാഹിത്യ സിദ്ധാന്ത പാരമ്പര്യം, സാഹിത്യത്തെ കുറിച്ചുള്ള പഠനങ്ങളുടെ പാരമ്പര്യം, ഒരു വലിയ സാഹിത്യ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനുണ്ട്. ഏകദേശം 3000 വർഷത്തെ സാഹിത്യ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനുണ്ട് എന്ന് ഞാൻ നേരെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇത് വരുന്നത് നമ്മുടെ വേദങ്ങള്, ഉപനിഷത്തുകള്, അല്ലെ? വേദാംഗങ്ങള്, മറ്റുള്ള പുരാണങ്ങള്, ഇതിഹാസങ്ങള്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സാഹിത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഘടകങ്ങളാണ്. നമ്മളിതിനെല്ലാം കേവലം ഏതെങ്കിലും ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ മാത്രം നമ്മൾ നോക്കി കാണുമ്പോഴാണ് നമ്മുടെ സങ്കുചിതമായ മനസ്സിന്റെ ഫലമായിട്ട്, നമ്മുടെ സങ്കുചിതമായ ചിന്തകളുടെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ് ഇത് എന്ന് തോന്നൽ നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, മറിച്ച് ഇതെല്ലാം നമ്മുടെ സാഹിത്യത്തിന്റെ കൂടി ഭാഗമാണ്. നമ്മുടെ സാഹിത്യത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ പാരമ്പര്യത്തിന്റെയും കൂടി ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സാഹിത്യ ചിന്തയുടെ വേരുകൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വേദങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ സാഹിത്യ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ്? ഋഗ്വേദമാണ്. ഏതാണ്? ഋഗ്വേദമാണെന്ന് ആദ്യത്തെ സാഹിത്യ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ ഋഗ്വേദം രചിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയില്ല, എന്തൊക്കെയായാലും ഋഗ്വേദം രചിച്ച ആ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്: മുറം കൊണ്ട് നമ്മൾ എങ്ങനെയാണോ മലർപ്പൊടി ചേര് ശുദ്ധിയാക്കുന്നത്, അതുപോലെ നല്ല വാക്കുകൾ എന്ത് ചെയ്യുന്നു? വിദ്വാൻമാർ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുന്നു. നമ്മൾ ഈ മുറം കൊണ്ട് ചേറുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ ചേറുക എന്നാ പറയാം, അല്ലെ? ഈ അരിയുന്ന കല്ലും പതിരും വേർതിരിക്കുന്നതിനെ മുറത്തിലിട്ട് ഇങ്ങനെ ചേറുക എന്ന് പറയും. അപ്പൊ അങ്ങനെ എന്താണ്? മലർപ്പൊടി മുറത്തിലിട്ട് ചേറി വൃത്തിയാക്കുന്നത് പോലെ വിദ്വാൻമാർ എന്ത് ചെയ്യുന്നു? നല്ല വാക്കുകൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിനെ ശുദ്ധിയാക്കുന്നു. എന്തൊരു മനോഹരമായ നിരീക്ഷണമാണ് അത് നോക്കി. എന്നിട്ട് പിന്നെ വൈദിക സംജ്ഞകള്
പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? ശരിയായ അർത്ഥം മനസ്സിലാക്കിയ ആളെ മറ്റുള്ളവർ അഭിനന്ദിക്കും, പ്രോത്സാഹിപ്പിക്കും. എന്നാൽ അത് തിരിച്ചറിയാത്തവനാവട്ടെ വാക്കിന്റെ പ്രതിരൂപം മാത്രം കണ്ട് അലഞ്ഞ് നടക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യവും നമ്മൾ കാണുന്നതിന് മുമ്പ്, അതായത് നമ്മൾ കേവലം നമ്മുടെ കണ്ണുകളെ മാത്രം വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അതിന്റെ പിറകിലെ സത്യാവസ്ഥ എന്താണ്, എന്തോ ആവട്ടെ, എന്തൊരു എഴുത്തോ അല്ലെ കാഴ്ചയോ കേൾവിയോ എന്തോ ആവട്ടെ, ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ എടുത്ത് ചാടാതെ, കാള വിറ്റു എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുക എന്ന് പറയും അല്ലെ. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാക്കി അതിന്റെ പിറകിലെ സത്യാവസ്ഥ എന്തെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ശരിയായ അർത്ഥം, വേദത്തെക്കുറിച്ചാണെങ്കിൽ പോലും ശരിയായ അർത്ഥം മനസ്സിലാക്കിയ ആളെ മറ്റുള്ളവർ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അല്ലാത്തവൻ എന്ത് ചെയ്യും? അതിന്റെ പ്രതിരൂപം മാത്രം കണ്ട് അലഞ്ഞു നടക്കും അല്ലെ. അവൻ കാണുന്നത് മുഴുവൻ എന്താണ്? പ്രതിരൂപം മാത്രമാണ്. അവൻ എന്ത് ചെയ്യും? അതിന്റെ പിറകെ അവനിങ്ങനെ അലഞ്ഞ് നടക്കുകയും ചെയ്യും. ഭിക്ഷാന്തേഹിയെ പോലെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേദശാസ്ത്രങ്ങളെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇത് നമ്മൾ പോകുന്ന വേദാംഗങ്ങളെ കുറിച്ച് പറയാനാണ്. എന്താണ് വേദാംഗങ്ങൾ? വേദപഠനവുമായി ബന്ധപ്പെട്ടുള്ള ഉപശാഖകളാണെന്ത്? വേദാംഗങ്ങൾ. വേദപഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപശാഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ വേദാംഗങ്ങൾ എന്ന് വിളിക്കുക. കൃത്യമായിട്ട് പറഞ്ഞാൽ വേദത്തിന്റെ അംഗങ്ങൾ എന്ന് തന്നെയാണ് ഇവ അറിയപ്പെടുന്നത്. വേദത്തിന്റെ അംഗങ്ങൾ, അംഗം എന്ന് വെച്ചാൽ എന്താ? അവയവം അല്ലെ. വേദത്തിന്റെ അവയവങ്ങൾ എന്ന് തന്നെയാണ് ഇവ അറിയപ്പെടുന്നത്. ഇവ പ്രധാനമായിട്ടും 6 വേദാംഗങ്ങളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. നമുക്ക് അവയെക്കുറിച്ച് നോക്കാം. ഏതൊക്കെയാണ് ആ 6 വേദാംഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പൊ നമ്മള് വേദശാസ്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് വേദാംഗങ്ങളെ കുറിച്ചാണ്. എന്താണ് വേദാംഗങ്ങൾ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ അറിയപ്പെടുന്നത് വേദങ്ങളുടെ അംഗങ്ങൾ അഥവാ വേദങ്ങളുടെ അവയവങ്ങൾ എന്ന പേരിലാണ്. വേദപഠനവുമായി ബന്ധപ്പെട്ടുള്ള ഉപശാഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേദാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയെ നമ്മൾ പ്രധാനമായിട്ടും 6 തിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് വേദാംഗങ്ങൾ? വേദപഠനവുമായി ബന്ധപ്പെട്ടുള്ള ഉപശാഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേദാംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അവയെ നമ്മൾ 6 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, വ്യാകരണം. ഒന്നുകൂടി പറയാം. ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, വ്യാകരണം എന്നിവയാണ് വേദങ്ങളെക്കുറിച്ചുള്ള ഈ ഉപശാഖകളായിട്ടുള്ള, വേദങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഉപശാഖകളായിട്ടുള്ള വേദാംഗങ്ങൾ. 6 വേദാംഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവ ഓരോന്നും എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ ആദ്യത്തത് ശിക്ഷയാണ്. ശിക്ഷ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ കരുതും സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന ശിക്ഷ എന്താണ്? ഈ വടി കൊണ്ടുള്ള അടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണിഷ്മെന്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ശിക്ഷ എന്ന് വിളിക്കാറുള്ളത് അല്ലെ. ഹിന്ദിയിൽ നമ്മൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വിദ്യാഭ്യാസം നേടുന്നതിനെ നമ്മൾ ശിക്ഷ എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. ഇവിടെ എന്താണ്? ഉച്ചാരണത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശിക്ഷ എന്ന് വിളിക്കുന്നത് അല്ലെ. വേദങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കുക. ഉച്ചാരണം ശരിയല്ലെങ്കിൽ എന്താണ്? കേൾവിക്കാരുള്ളത് ആശയ കുഴപ്പമുണ്ടാക്കും. ഇത് കേവലം വേദങ്ങളെ കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ഏതൊരു സാഹിത്യകൃതി ആണെങ്കിലും ഉച്ചാരണം വളരെ കൃത്യമായിരിക്കണം അല്ലെ. ഉച്ചാരണം ശരിയല്ലെങ്കിൽ അത് കേൾവിക്കാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. അപ്പൊ ഉച്ചാരണത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ശിക്ഷ. രണ്ടാമത്തെ വേദാംഗമാണ് കൽപ്പം. അപ്പൊ കൽപ്പം പറയുന്നത് യജ്ഞസംബന്ധിയായ മന്ത്രങ്ങളെ കുറിച്ചാണ്. യാഗം നടത്തുമ്പോൾ യാഗത്തിലേക്ക് നമ്മൾ ഹവിസ്സൊഴിക്കുന്ന സമയത്ത് യാഗാചാര്യന്മാരും മറ്റുള്ളവരും ഉരുവിടേണ്ട മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണെന്ത്? കൽപ്പം എന്ന് പറയുന്നത്. എന്താണ്? യജ്ഞ സംബന്ധിയായിട്ടുള്ള മന്ത്രങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇത് കൽപ്പം. മറ്റൊന്ന് നിരുക്തമാണ്. നിരുക്തം എന്ന് വെച്ചാൽ ഏതൊരു വാക്കിനും പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല പലപ്പോഴും എന്തുണ്ടാവുക, ആ വാക്കിന് സാഹിത്യകാരൻ കരുതിയിട്ടുണ്ടാവുക അല്ല. അതുകൊണ്ടാണ് പല ഗ്രന്ഥങ്ങൾക്കും 100,000 വ്യാഖ്യാനങ്ങൾ വേണ്ടി വരുന്നത്. കൃത്യമായ അർത്ഥം, എഴുത്തുകാരൻ ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്നുള്ളത്
പലപ്പോഴും വ്യാഖ്യാതാവ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വ്യാഖ്യാതാവ് ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല പലപ്പോഴും എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വായനക്കാരൻ മനസ്സിലാക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല എന്ത് മറ്റൊരു വായനക്കാരൻ ആ ഇത് വായിക്കുന്നുണ്ടാവും. അല്ലെ, നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു എന്താ പറയുക തമാശ കഥ പോലെ നമ്മൾ പറയാറുണ്ട്. എന്താണ്, കാതിലോല നല്ല താളി, ചിലർക്കെങ്കിലും പിടിയിട്ടുണ്ടാവും അല്ലെ, കാതിലോല. അപ്പം അതായത് രണ്ട് പെൺകുട്ടികൾ, രണ്ട് യുവതികൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ആ സമയത്ത് കുഞ്ചൻ നമ്പ്യാരും മറ്റൊരു പണ്ഡിതനും കൂടി അതുവഴി ഇങ്ങനെ വരികയും ഇത് കണ്ട സമയത്ത് എന്താണ് ആയത്താണ് ചോദിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാരോട് കാതിലോല. അപ്പൊ ഉടനെ കുഞ്ചൻ നമ്പ്യാർ മറുപടി പറയുന്നു നല്ല താളി. ആ പെൺകുട്ടികൾ ഇത് കേട്ടു, അവരെ ഗൗനിക്കാതെ പോയി. എന്താ കാതിലോലെ കുറിച്ചും കയ്യിലുള്ള താളിയെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ അവർ ഗൗനിക്കാതെ പോയി. പക്ഷെ അർത്ഥം അതായിരുന്നില്ല. അതിലോല, ആരാണ് അതിസുന്ദരി, നല്ല താളി, നല്ലത് ആളിയാണ്, നല്ലത് തോഴിയാണ്. അപ്പൊ നമുക്ക് എത്ര, നമ്മുടെ ഈ വായ്നോട്ടമാണ് സംഗതി, എന്നാൽ പോലും എത്ര വൃത്തിയായിട്ട് അവരത് കൈകാര്യം ചെയ്ത് നോക്കി. അപ്പൊ ഇത്തരത്തില് കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകും പലപ്പോഴും, അല്ലെങ്കിൽ അർത്ഥം എന്താണ് എന്ന് പിടികിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരുക്തം അഥവാ പാഠങ്ങളുടെ ആന്തരിക അർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാന്തമാണ് നിരുക്തം. പലപ്പോഴും നമ്മൾ ഇന്നൊക്കെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഒരുപാട് ആളുകൾ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ച് അല്ലെ തെറ്റായ രീതിയിൽ അവ ഉപയോഗപ്പെടുത്തുകയും വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ എന്താണ് വേദങ്ങൾ പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമെന്ന് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഋഷിവര്യന്മാരും മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത്തരത്തില് നിരുക്തം എന്ന് പറഞ്ഞൊരു വേദാംഗം തന്നെയുണ്ട്. അതായത് വേദങ്ങളുടെ അർത്ഥം, കൃത്യമായ അർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെ ആന്തരിക അർത്ഥത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വേദാംഗമുണ്ട്. എന്നിട്ട് പോലും വേദങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിൽ മറ്റുള്ള പുരാണങ്ങള്, മതഗ്രന്ഥങ്ങള്, ഇതിഹാസങ്ങൾ ഇവയൊക്കെ എത്രമാത്രം തെറ്റായ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. മറ്റൊന്ന് ഛന്ദസ്സാണല്ലേ, ഛന്ദസ്. എന്താ ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങളെ സംഗീതാത്മകമായിട്ട് നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ച്, അല്ലെങ്കിൽ സംഗീതാത്മകമായിട്ട് നിയന്ത്രിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഛന്ദസ്. അതായത് ചില ശ്ലോകങ്ങൾ ഉണ്ടാവും. ഈ ശ്ലോകങ്ങൾ നമ്മൾ ചില ഈണത്തില് പ്രത്യേക താളത്തിലൊക്കെ ആയിരിക്കും നമ്മൾ ചൊല്ലേണ്ടി വരിക. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംഗീതാത്മകമായിട്ട് അക്ഷരങ്ങളെ നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ച്, അവയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന പാഠഭാഗമാണ്, പാഠഭാഗമല്ല പറയുന്ന വേദാംഗമാണെന്ത് ഛന്ദസ് എന്ന് പറയുന്നത്. അടുത്തത് വ്യാകരണമാണ്. വ്യാകരണം നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ള വ്യാകരണം എന്ന അർത്ഥം തന്നെയാണ്. എന്താണ്, ഒരു ഭാഷയുടെ ഘടനാപരവും പ്രയോഗപരവുമായിട്ടുള്ള നിയമങ്ങളെയാണ് വ്യാകരണം എന്ന് പറയുന്നത് അല്ലെ. മലയാള ഭാഷയിലാണെങ്കിൽ മലയാള ഭാഷയുടെ വ്യാകരണമുണ്ട്, ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട് അല്ലെ. കൃത്യമായിട്ട് ആ ഭാഷയ്ക്കകത്ത് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഓരോ തരത്തിലും വാക്യം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗമാണ്. അപ്പം വ്യാകരണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഏറ്റവും ഒടുവിലത്തത് ജ്യോതിഷമാണ്. അതെന്താണ്, ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് പറയുന്ന വേദാംഗമാണ്. ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് പറയുന്ന വേദാംഗമാണെന്ത്, ജ്യോതിഷം. അപ്പൊ അങ്ങനെ 6 വേദാംഗങ്ങളാണുള്ളത്. ഇതൊക്കെയാണ് ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, വ്യാകരണം. ഇങ്ങനെ 6 വേദാംഗങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. ഇനി വാഗർത്ഥങ്ങൾ എന്ന് പറയുന്ന സാധനം. എന്താ വാഗർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്ക്, അർത്ഥം. അതുതന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, വാക്കുകളുടെ അർത്ഥം. ഇവിടെ എന്താണ്, വാഗർത്ഥങ്ങളുടെ സമ്മേളനത്തിന്റെ മനോഹാരിതയാണ് സാഹിത്യത്തിൽ കാണുന്നത് എന്നാണ് നിരീക്ഷണം. വാഗർത്ഥങ്ങളുടെ സമ്മേളനം, കൂടിച്ചേരൽ, അതിന്റെ മനോഹാരിതയാണ് സാഹിത്യം. തീർച്ചയായിട്ടും അല്ലെ. ഒരുപാട് വാക്കുകൾ അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ വാക്കുകൾ ഉണ്ടാവുന്നു. വെറുതെ അക്ഷരങ്ങൾ കൂടിച്ചേർന്ന വാക്കുകൾ ഉണ്ടാവില്ല അല്ലെ. അക്ഷരങ്ങൾ അർത്ഥപൂർണമായിട്ട് കൂടിച്ചേരുമ്പോൾ വാക്കുകൾ ഉണ്ടാവുന്നു. ആ വാക്കുകൾ എന്താണ്, നമ്മൾ വേണ്ട രീതിയിൽ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ വാക്യങ്ങൾ ഉണ്ടാകുന്നു. ആ വാക്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പിന്നീട് കവിതകളും കഥകളും നോവലുകളും അങ്ങനെ വേണ്ടുന്ന എല്ലാ സാഹിത്യ വിഭാഗങ്ങളും ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ എന്താണ്, വാഗർത്ഥങ്ങളുടെ സമ്മേളനത്തിന്റെ മനോഹാരിതയാണെന്ന് സാഹിത്യം എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. ഇവിടെ കാളിദാസന്റെ രഘുവംശത്തിലെ ആദ്യത്തെ ശ്ലോകം എന്താ അർത്ഥമാക്കുന്നത്, വാക്കിനർത്ഥം എന്ന പോലെ സംയോജിച്ചിരിക്കുന്ന ജഗത്തിന്റെ മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വാഗർത്ഥ പ്രതിപത്തിക്കായി ഞാൻ പ്രണമിക്കുന്നു
എന്നാണ് ഇവിടെ കാളിദാസൻ പറയുന്നത്. വാഗർത്ഥാവിവ സപൃത്തൗ വാഗർത്ത പ്രതിപത്തയേ ജഗത്ത പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഇതാണ് കാളിദാസൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വാക്കിനർത്ഥം എന്ന പോലെ സംയോജിച്ചിരിക്കുന്നു അല്ലെ. പാർവതീ പരമേശ്വരന്മാർ നമ്മൾ ചേർത്ത് തന്നെ പറയാറുള്ളത് അല്ലെ. ശിവപാർവതി അല്ലെ, അർത്ഥ നാരിയാണ് എന്ന് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ആ സങ്കല്പത്തെ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. എന്താണ്, പകുതി ഭാഗം പരമേശ്വരനും പകുതി ഭാഗം പാർവതി ദേവിയാണെന്നാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വാക്കിനർത്ഥം എന്നതുപോലെ അവരിരുവരും സംയോജിച്ചിരിക്കുന്നു, കൂടിച്ചേർന്നിരിക്കുന്നു. അപ്പൊ അവരെ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ വാഗർത്ത പ്രതിപത്തിക്കായി വേണ്ടിയിട്ട് ഞാൻ അവരെ പ്രണമിക്കുകയാണ്, കൈകൂപ്പുകയാണ് എന്ന് ആര് പറയുന്നു? കാളിദാസൻ അദ്ദേഹത്തിന്റെ രഘുവംശം എന്ന് പറയുന്ന കാവ്യത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് പറയുന്നു. നോക്കൂ, ഇവിടെ വാഗർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് വാഗർത്ഥം? വാക്കിന്റെ അർത്ഥം എന്നുള്ളതാണ് അതിന്റെ മീൻസ് ലിറ്ററൽ മീനിങ് അതാണ് വാക്കിന്റെ അർത്ഥം. വാഗർത്ഥത്തിന്റെ സമ്മേളനത്തിന്റെ മനോഹാരിതയാണ് എന്ത് സാഹിത്യത്തിൽ കാണപ്പെടുന്നത് എന്നാണ് ഒരു നിരീക്ഷണം നമ്മൾ കാണുന്നത്. എന്നിട്ട് പിന്നീട് അവിടെ കാളിദാസന്റെ രഘുവംശത്തിലെ വരികളും നൽകിയിരിക്കുന്നു. ഇനി നമ്മുടെ യൂണിറ്റിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ അടുക്കുകയാണ്. ദാർശനിക മീമാംസാ തത്വങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ? ദാർശനികർ എന്തൊക്കെയാണ് നമ്മുടെ ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ച് അല്ലെ ഭാരതീയ സാഹിത്യ സൈദ്ധാന്തികരെ കുറിച്ച് ഒക്കെ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഡോക്ടർ NVP ഉണ്ണിത്തിരി അദ്ദേഹത്തിന്റെ സംസ്കൃത സാഹിത്യ വിമർശനം എന്ന പുസ്തകത്തിനകത്ത് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭാരതീയ സ്മൃതി ദർശനത്തിൽ സാഹിത്യത്തിന് പങ്കില്ല. ഭാരതീയ സ്മൃതി ദർശനത്തിൽ എന്തിനു പങ്കില്ല? സാഹിത്യത്തിന് പങ്കില്ല. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചെന്താ? സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, സാഹിത്യത്തെ കുറിച്ച് അറിവുണ്ടായിരുന്ന സാഹിത്യ നിഷേധികളാണ് ആര്? നമ്മുടെ സ്മൃതികാരന്മാർ. അവർക്ക് സാഹിത്യത്തെ കുറിച്ച് അറിവില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അവരെന്താണ്? സാഹിത്യ നിഷേധികളാണോ? എങ്ങനെ? നമ്മുടെ പ്ലേറ്റോയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. പ്ലേറ്റോ അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആദർശ രാഷ്ട്രത്തിൽ അദ്ദേഹം സാഹിത്യകാരന്മാരെ കേട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത് സാഹിത്യകാരന്മാർക്ക് ഗുണമില്ല. അതാണ് പ്ലേറ്റോയുടെ അഭിപ്രായം. സാഹിത്യകാരന്മാരെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലോകപ്രശസ്തനായ സാഹിത്യ വിമർശകൻ അല്ലെ ലോകപ്രശസ്തനായ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിലൊരാളായിട്ട് കണക്കാക്കപ്പെടുന്ന പ്ലേറ്റോ. അപ്പൊ അദ്ദേഹത്തിന്റെ അതേ അഭിപ്രായമായിരുന്നു നമ്മുടെ ഭാരതീയ സ്മൃതികാരന്മാർക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഡോക്ടർ NVP ഉണ്ണിത്തിരി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ സാഹിത്യത്തെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു, ധാരണയുണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാവരും സാഹിത്യ നിഷേധികളായിരുന്നു. അതിന് അദ്ദേഹം ഉദാഹരണം എടുത്ത് കാണിക്കുന്നുണ്ട്. മനുവിനറിയില്ലേ? മനുസ്മൃതി, മനുവിന്റെ സ്മൃതിയാണ് മനുസ്മൃതി എന്ന് അറിയപ്പെടുന്നത്. മനുവിന്റെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മനുസ്മൃതി പോലും എന്താണ്? പുരുഷാർത്ഥങ്ങളിൽ മോക്ഷത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകിയത്. മനുസ്മൃതി പോലും മോക്ഷം എന്നതിന് മാത്രമാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഭാരതീയ ദർശനങ്ങളിൽ ശബ്ദാർത്ഥ ബന്ധത്തെ മിക്കവരും അംഗീകരിച്ചിരുന്നു അല്ലെ. ശബ്ദവും അർത്ഥവും നേരത്തെ പറഞ്ഞ വാക്കാർത്ഥം തന്നെ. ശബ്ദാർത്ഥ ബന്ധത്തെ മിക്കവരും എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. വാക്കിന്റെ അർത്ഥം എന്നുള്ളതിനാണ് ശബ്ദാർത്ഥം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, ശബ്ദാർത്ഥം വാക്കിന്റെ അർത്ഥം കറക്റ്റാണ്. അപ്പൊ എന്തൊക്കെയാലും ഭാരതീയ ദർശനങ്ങളിൽ ശബ്ദാർത്ഥ ബന്ധത്തെ മിക്കവാറും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് നമ്മള് മതങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ആര്യന്മാർ, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പേരുകളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ബ്രാഹ്മണന്മാർ അല്ലെ ആര്യന്മാർ മാത്രമാണ് ഇതിനകത്തേക്ക് ഉൾപ്പെട്ടുകൊണ്ടിരുന്നത് എന്നൊരു ധാരണ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവല്ല. ജൈനമതത്തിനും ബുദ്ധമതത്തിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടായിരുന്നു. നമുക്കിനി ജൈനമതത്തിന് ഏതെല്ലാം തരത്തിലാണ് ഭാരതീയ സാഹിത്യ ദർശനങ്ങളിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ജൈനമതത്തെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. അപഭ്രംശം, മാഗധി, പ്രാകൃതം, കോസലം മുതലായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജൈന സംസ്കാരം നിലനിന്നിരുന്നത്. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒന്നാണ് ജൈനമതം അല്ലെ. വർദ്ധമാന മഹാവീരനൊക്കെ ജൈനമതത്തിലെ തീർത്ഥങ്കരനായിരുന്നു. 23 തീർത്ഥങ്കരന്മാരുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതന്മാരായിട്ട് കണക്കാക്കപ്പെടുന്ന ആളുകളാണ് തീർത്ഥങ്കരന്മാര്. 23 പേരുണ്ടെന്നാണ് കണക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥങ്കരന്മാരിലൊരാളാണ് വർദ്ധമാന മഹാവീരൻ. ഒരുപാട് ജൈന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പിൻകാലത്ത് ആര്യന്മാരുടെ അധിനിവേശത്തോടു കൂടി ജൈനമതത്തിന്റെ പ്രാധാന്യം ഭാരതത്തില് ഒട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ പ്രാചീന ഭാരതീയ സിദ്ധാന്തങ്ങളെ കുറിച്ച്, സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ജൈനമതത്തിന്റെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കുകയില്ല.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമേൽ പറഞ്ഞ അപഭ്രംശം, മാഗധി, പ്രാകൃതം, കോസലം മുതലായ പ്രദേശങ്ങളിലാണ് ജൈന സംസ്കാരം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജൈന മതത്തിന് നമ്മുടെ ഭാരതീയ സാഹിത്യ ദർശനത്തിൽ ഉണ്ടായിരുന്ന പങ്ക്, അല്ലെ ജൈന മതസ്ഥരുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഏതെല്ലാം സാഹിത്യകാരന്മാരാണ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജൈനമത വിശ്വാസികളായ സാഹിത്യകാരന്മാരെ കുറിച്ച് നമുക്ക് നോക്കണം. ആരൊക്കെയാണ് പറയുന്നത് നോക്കുക. വാഗ്ഭടൻ ഒന്നാമൻ, അല്ല, അദ്ദേഹം ചന്ദാനുശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഗ്രന്ഥകാരനാണ് വാഗ്ഭടൻ ഒന്നാമൻ. മറ്റൊന്ന് വാഗ്ഭടൻ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന, അഷ്ടാംഗ ഹൃദയം എന്ന് പറഞ്ഞാൽ ഭാരതീയ സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാവാത്തൊരു ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. അഷ്ടാംഗ ഹൃദയം രചിച്ച വാഗ്ഭടൻ, കാവ്യാനുശാസന എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഹേമചന്ദ്ര കവി, ഇവരൊക്കെ എന്താണ്? ജൈന സാഹിത്യകാരന്മാരായിരുന്നു. നമുക്ക് ആര്യന്മാരുടെ കുത്തകയായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ സാഹിത്യ സൃഷ്ടികൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ വ്യാകരണകാരനായി പരിഗണിക്കുന്ന ശകടായനൻ ജൈനമതസ്ഥനാണ്. ആദ്യത്തെ വ്യാകരണകാരൻ, അല്ല, ആദ്യമായിട്ട് വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആളായിട്ട് പരിഗണിക്കുന്ന ശകടായനൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്താണ്? ജൈനമതത്തിൽപ്പെടുന്ന വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. മീമാംസാ ശാസ്ത്രം, കഥ, കവിത, മഹാകാവ്യം, സാഹിത്യമീമാംസ ഇവയിലെല്ലാം ജൈനമതത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും പരിഗണിക്കാതെ പോകരുത്. അപ്പൊ ജൈനമതത്തെ കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ ഈ ഒരു ഭാഗം നൽകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്, ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ആ കാലഘട്ടത്തിൽ ജൈന സംസ്കൃതി ഉണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട ജൈന സാഹിത്യകാരന്മാർ ആരൊക്കെയായിരുന്നു, ഏതെല്ലാം മേഖലയിലാണ് അവരുടെ വ്യക്തി മുദ്രകൾ ഉണ്ടായിരുന്നത്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്നൊന്ന് നോക്കി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഷ്ടാംഗ ഹൃദയം വാഗ്ഭടാനന്ദൻ ഇല്ല കേട്ടോ, പെട്ടെന്ന് ഞാൻ വാഗ്ഭടാനന്ദൻ വേണ്ട, വാഗ്ഭടൻ എന്നുള്ള പേര് മാത്രം മതി. വാഗ്ഭടാനന്ദൻ അല്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് PPT ഉണ്ടാക്കുന്ന സമയത്തെ നമ്മുടെ പെട്ടെന്ന് വാഗ്ഭടാനന്ദ ഗുരുദേവനെ കുറിച്ച് ചിന്തിച്ചു പോയതാണ്, ക്ഷമിക്കുക. അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ഭടനാണ്. വാഗ്ഭടന്റെ അഷ്ടാംഗ ഹൃദയം, പിന്നെ ഹേമചന്ദ്രന്റെ കാവ്യാനുശാസന, ഈ 2 പുസ്തകങ്ങളാട്ടോ. വാഗ്ഭടനും ഹേമചന്ദ്രനും അവരുടെ ആ പുസ്തകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് നോക്ക്. ചിത്രം അത് അത്രമാത്രം പ്രാധാന്യം കൊടുത്താൽ മതി, വലിയ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. ഇനി അടുത്ത ബുദ്ധമതത്തിന് എന്തെല്ലാം സ്വാധീനമാണ് നമ്മുടെ ഭാരതീയ സാഹിത്യ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധമതത്തിനുണ്ടായിരുന്നത് എന്ന് നമ്മൾ നോക്കണം. ബൗദ്ധ പരമ്പരയിൽ വ്യാകരണം, ഛന്ദസ്, നിഘണ്ടു എന്നിവയെ സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ബുദ്ധമതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ അവരെന്തെങ്കിലും വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ഛന്ദസ് രചിച്ചിട്ടുണ്ട്, നിഘണ്ടു ഒക്കെ രചിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ജീവന്റെ ഗതി നദീപ്രവാഹം പോലെ സംഭവ പരമ്പരകളുടെ ഒരു ധാരയാണ് എന്നാണ് ബുദ്ധമതം അഭിപ്രായപ്പെട്ടത്. എന്താണ്? നദിയുടെ ഒഴുക്ക് പോലെയാണ് ജീവന്റെ ഗതി, സംഭവ പരമ്പരകളുടെ ഒരു പ്രവാഹമാണ്. ശരിയാണ് അല്ലെ? ഒരു സംഭവം അതിനെ പിൻപറ്റിക്കൊണ്ടുവരുന്ന അടുത്തത്, ഇങ്ങനെ നിരന്തരമായ സംഭവങ്ങളുടെ ഒരു ഒഴുക്കിനെയാണ് നമുക്ക് എന്ത് വിളിക്കുക, ജീവന്റെ പോക്ക് അങ്ങനെയാണ്, അല്ലെ ജീവന്റെ ഗതി അങ്ങനെയാണ് എന്ന് ബുദ്ധമതം അഭിപ്രായപ്പെടുന്നു. നിർവാണാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പാതാളത്തിലേക്കോ സ്വർഗത്തിലേക്കോ ഒന്നുള്ള പോക്കല്ല, മറിച്ച് എന്താണ്? ഒരു ദീപനാളത്തെ പോലെ സ്വയം എരിഞ്ഞടങ്ങുന്ന അവസ്ഥയാണ് എന്ന് ബുദ്ധമതം അഭിപ്രായപ്പെടുന്നു. നിർവാണം എന്താണ്? ഒരു ദീപനാളം പോലെ എരിഞ്ഞടങ്ങുന്ന പ്രക്രിയയാണ്, അല്ലാതെ അത് സ്വർഗത്തിലേക്കോ പാതാളത്തിലേക്കോ ഒന്നുള്ള പോക്കല്ല എന്നൊരു അഭിപ്രായമാണ് ആർക്ക്? ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസികളുടേത് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സാഹിത്യ മീമാംസയിലെ സുപ്രധാനിയായിരുന്ന അശ്വഘോഷൻ, ഒരിക്കലും മാറ്റി നിർത്താനാവാത്തൊരു പേരാണ് അശ്വഘോഷൻ്റെത്. അദ്ദേഹം ബുദ്ധമതാനുയായി ആയിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അശ്വഘോഷന്റെ ബുദ്ധചരിതം എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു ചിത്രം ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധമതത്തെ കുറിച്ചും നമുക്ക് നോക്കിപ്പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ബുദ്ധമതത്തെ കുറിച്ച് നമുക്ക് പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. എല്ലാവർക്കും നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.